ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ 14 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഗൈസ് നമ്മൾ കൊണ്ടോട്ടി നേർച്ച ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണെങ്കിൽ 14 വർഷം ശേഷം നടക്കുന്ന കൊണ്ടോട്ടി നേർച്ച ആണെങ്കിൽ ഒരു കാലത്തൊക്കെ മറക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള നേർച്ചയാണ് കേട്ടോ ഇവിടെ സെറ്റപ്പ് ആക്കില്ല. DJ ആയാലും പല ടൈപ്പിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി നേർച്ചൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ മതസ്ഥർക്കും അവിടെ പ്രവേശനമുണ്ട്. അതുപോലെ എല്ലാവർക്കും അതിൽ ആടിപ്പാടി തിമിർത്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരു നേർച്ചയാണ് കേട്ടോ ഗായ്സ് കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ തന്നെ കാണി, ഇവിടെ എത്ര ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ കോൽക്കളിയാണ് കേട്ടോ. ആദം നബി മുതൽ അവസാന ദൂതരായി അവൻ പടൈത്തടുത്ത വീരേ, അവൻ പടൈത്ത അങ്ങനെ കോൽക്കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുബ്ബൻ്റെ ഇങ്ങോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുബ്ബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളിലേക്ക് കയറി കണ്ട് എല്ലാതാക്കി പോവുക. പിന്നെ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി നേർച്ചൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഒരു സ്പെഷ്യൽ കഞ്ഞി കിട്ടും കേട്ടോ ഗൈസ്. കൊണ്ടോട്ടി നേർച്ചൻ്റെ നടക്കുന്ന ടൈമിൽ ഒരു കഞ്ഞി കിട്ടും, അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കഴിച്ചിട്ട് പോവാം. നല്ല ടേസ്റ്റും നല്ല ഒരു പ്രത്യേക ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വേറെ തരത്തിലുള്ള നേർച്ചകളാണെങ്കിൽ ചോറ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാതിരി കൊണ്ടോട്ടി നേർച്ചൻ്റെ സ്പെഷ്യലാണ് ഒരു കഞ്ഞി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയാൽ കുബൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഇവിടെ പല തരം കടകളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവിടെ വരെ സെറ്റാക്കിയിട്ടുണ്ട്. 14 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ നേർച്ചയുടെ ആയതുകൊണ്ട് കുറേ പരിപാടികൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിൽ. അതെന്ന് പറഞ്ഞാൽ രാത്രിയൊന്നും ആൾക്കാരെ കൊണ്ട് കാല് വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല, അത്രക്കും തിരക്കെന്ന് പറഞ്ഞാൽ അത്രക്ക് തിരക്കുണ്ടാവും കേട്ടോ. ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ നിറച്ച് കടകളാണ്. അവിടെ നിന്ന് ഒന്നുമില്ലാത്ത ഏരിയയിലാണ് ഫുൾ കടകളായിട്ടും. നമ്മൾ സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആക്കിയിട്ടുള്ള ഒരു പാർക്ക് രീതിയിൽ തന്നെ അവർ സെറ്റപ്പും ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയെന്ന് പറഞ്ഞത് ഇവിടെ എന്നിട്ട് ഓലൊക്കെ നല്ല രീതിയിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ കളിക്കാനും ചെയ്യാനും ഇതിൽ ഇങ്ങനത്തെ എന്താ പറയുക തോണിയും കാര്യങ്ങളും പിന്നെ അതേമാതിരി ഫാമിലിക്ക് എൻ്റർടൈൻമെൻ്റ് ആക്കാനുള്ള ഗെയിമൊക്കെ കളിക്കാനുള്ളതും അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ പടക്കങ്ങളെ കൊണ്ട് ഒരു കല്യാണ് കേട്ടോ ഇവിടെ. അതുപോലെ നമ്മൾ ഈ നേർച്ചൻ്റെ മെയിനായിട്ട് ഒരു 3 തോക്ക് പൊട്ടിക്കലുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ആക്കിയിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ തന്നെ അതൊക്കെ കഴിഞ്ഞ് നേർച്ചയിലുള്ളതാണ് വെടി പൊട്ടിക്കലും പല ടൈപ്പിൽ നമ്മൾ ഈ വേണ്ടിയില്ല ബാൻഡ് മേളും കാര്യങ്ങളും അതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ടോ. കളിയാട്ടത്തിനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ കറങ്ങിയ ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനും. ഞാൻ കളിയാട്ടത്തിൽ നല്ലോണം കണ്ടിട്ടുണ്ട്. പിന്നെ കൊണ്ടോട്ടി നേർച്ചയിൽ ഇതും ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ല രസമാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് രാത്രി കൂടി ആകുമ്പോൾ അതിൻ്റെ കളർ കൂടി ആകുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ. കേട്ടോ ഇവിടെ ഓരോ ഫിലിംസ് ആക്ടേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഒരുക്കി നല്ല വലിപ്പത്തിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നല്ല രസം. ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ കേട്ടത്. അപ്പോൾ ഓരോരുത്തരെ എൻ്റർ ആയതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല രസമായിട്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ പരിപാടിയൊക്കെ. പിന്നെ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആക്കാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ് കേട്ടോ അതൊക്കെ.
കുട്ടികളെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നമ്മളെ പഞ്ചാബി ഹൗസിലുള്ള ഹരിശ്രീ ഏട്ടനാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ മണിച്ചിത്രത്താഴിലുള്ള ഒരു താരമായിരുന്നു, പക്ഷെ എനിക്ക് പേരറിയില്ല കേട്ടോ. ഇത് പിന്നെ നമ്മളെ ഷാജി പാപ്പനാട്ടോ ഗൈസ്. ആ ആട് ഫിലിമിലുള്ള കുട്ടികളൊക്കെ ചാടി ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും വേണ്ടിയിട്ട്. എന്തായാലും ഇത്രയൊക്കെ ഗായ്സ് ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വ്ളോഗ് വരെ. അപ്പം ഓക്കെ, ബൈ.